വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ റിവിഷനിൽ നമ്മൾ ഇക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം അതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോ പുത്തൻ സാമ്പത്തിക നയം, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ, അങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കാത്ത കുറച്ച് ഭാഗങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നികുതി, അങ്ങനെ അല്ലെങ്കിൽ ബാങ്കുകൾ, അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം. അപ്പൊ ഇന്നത്തോടു കൂടി ഇക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് മുഴുവൻ കംപ്ലീറ്റഡ് ആവും. അപ്പൊ നമ്മുടെ ഏകദേശം റിവിഷൻ അവസാനിക്കാറായി. ഒരുവിധം എല്ലാ ഭാഗങ്ങളും തീർന്നു തുടങ്ങി. നെക്സ്റ്റ് 23rd എക്സാം. ആ എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാവിധ റിവിഷനും കഴിയും കേട്ടോ. LGSുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ് ഒക്കെ തീരും. അപ്പൊ നികുതി പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമ്മൾ പറയണത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ നികുതിയാണ് പറയുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് നികുതി. രണ്ടു തരം നികുതികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് എന്നും അടുത്തതിനെ ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും നികുതികളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കും. അപ്പോ നികുതി കൊടുക്കണ ആള് നേരിട്ട്, അല്ലെങ്കിൽ ചുമത്തപ്പെടുന്ന ആള് നേരിട്ട് കൊടുക്കുന്ന നികുതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് നമ്മൾ പറയാന്ന് വെച്ചാൽ ഇൻകം ടാക്സ്, ആദായ നികുതി കൊടുക്കുക, ഭൂനികുതി കൊടുക്കുക, പരസ്യ നികുതി കൊടുക്കുക, കോർപ്പറേഷൻ നികുതി കൊടുക്കുക. ഇതൊക്കെ പ്രത്യക്ഷ നികുതിക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. എന്താണ്? ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, അതുപോലെ തന്നെ കോർപ്പറേഷൻ നികുതി തുടങ്ങിയവ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ആദായ നികുതിയുടെ പ്രത്യേകത, ആദായ നികുതിയുടെ പ്രത്യേകത, ആദായ നികുതി നിയമം 1961 നിലവിൽ വന്ന ആദായ നികുതി നിയമം 1961 നിലവിൽ വന്നത്. ഇത് പ്രകാരം ആദായ നികുതി പിരിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആദായ നികുതി പിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആദായ നികുതി നിയമം നിലവിൽ വന്നത് 1961 1961. ഈ പരോക്ഷ നികുതി ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിൽ അതിന് ഉദാഹരണമാണ് വിൽപ്പന നികുതി, അതുപോലെ തന്നെ വാറ്റ്, കസ്റ്റംസ് നികുതി, കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി തുടങ്ങിയവ. ഒന്ന് സെയിൽസ് ടാക്സ്, വിൽപ്പന നികുതി, വാറ്റ്, കസ്റ്റംസ് ടാക്സ്, കേന്ദ്ര എക്സൈസ് ടാക്സ്, സേവന നികുതി തുടങ്ങിയവ പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. ഇനി നിലവില് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? നമ്മൾ കോർപ്പറേറ്റ് നികുതിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? കോർപ്പറേറ്റ് നികുതിയാണ്. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയില് ആദ്യമായിട്ട് നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ നമ്മൾ നിയോഗിക്കുകയുണ്ടായി. സ്വതന്ത്ര ഇന്ത്യയിൽ നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ ആദ്യമായി നിയമിച്ച കമ്മീഷന്റെ പേര് ജോൺ മത്തായി കമ്മീഷൻ എന്നാണ്. ഏതാണ് കമ്മീഷൻ? ജോൺ മത്തായി കമ്മീഷൻ. അടുത്തത്, ഇന്ത്യയില് നികുതി നിയമം നിലവിൽ വന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഏത് നിയമമാണ്? ആദായ നികുതി നിയമമാണ് 1961. ഇന്ത്യയില് നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. ഇന്ത്യയില് നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മീഷന്റെ പേര് രാജ ചെല്ലയ്യ കമ്മീഷൻ എന്നാണ്. വളരെ പ്രധാനമാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയില് നികുതി പരിഷ്കാരത്തിന് നിർദ്ദേശം നൽകിയ കമ്മീഷൻ രാജ ചെല്ലയ്യ കമ്മീഷൻ. അതുപോലെ തന്നെ നമ്മള് പാലം, അതുപോലെ തന്നെ റോഡ്, ഇതൊക്കെ നമ്മൾ നിർമ്മിക്കണ കണ്ടുണ്ട്. അപ്പൊ എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിന്, അതായത് ഇപ്പൊ പുതിയൊരു പാലം പണിതു അല്ലെങ്കിൽ പുതിയൊരു റോഡ് പണിതു, അപ്പൊ അതിൽ കൂടെ നമുക്ക് വണ്ടികൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നൽകേണ്ട ഒരു നികുതി ഉണ്ട്. ആ നികുതിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ടോൾ എന്നാണ് അതിന്റെ പേര്. എന്താണ്? ടോൾ കേട്ടോ. ഇനി നഗരങ്ങളില്, അതായത് സിറ്റികളിലൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യില്ലേ സാധനങ്ങൾ, ഇമ്പോർട്ട് ചെയ്യില്ലേ, ആ സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയെ നമ്മൾ ഒക്ട്രോയ് എന്ന് പറയുന്നു. എന്താ പറഞ്ഞ? നഗരങ്ങളിലൊക്കെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയെ നമ്മൾ വിളിക്കുന്ന പേര് ഒക്ട്രോയ് എന്നാണ്. എന്താ അതിന്റെ പേര്? ഒക്ട്രോയ്. പ്രത്യക്ഷ
പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കേണ്ടായി. ഡയറക്റ്റ് ടാക്സിനെ കുറിച്ചും ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചും പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ പേര് വിജയ് ഗേൽക്കർ കമ്മിറ്റി. എന്താ കമ്മിറ്റിയുടെ പേര്? വിജയ് ഗേൽക്കർ കമ്മിറ്റി. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയില് നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ജോൺ മത്തായി കമ്മീഷൻ. ഇന്ത്യയിൽ നികുതി പരിഷ്കാരത്തെ കുറിച്ച് നിർദ്ദേശം നൽകിയ കമ്മീഷൻ രാജാ ചെല്ലയ്യ കമ്മീഷൻ. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ വിജയ് ഗേൽക്കർ കമ്മീഷൻ. വിജയ് ഗേൽക്കർ കമ്മീഷൻ ഒക്കെ പ്രധാനമാണ് കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ പേരാണ് അല്ലെങ്കിൽ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്നുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി കയറ്റുമതി ഇറക്കുമതി ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ചില സാധനങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്യും, ചില നമ്മൾ ഇറക്കുമതി ചെയ്യും. അപ്പൊ കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ നമ്മളൊരു നികുതി ചുമത്താറുണ്ട്. ആ നികുതിയുടെ പേരാണ് കസ്റ്റംസ് നികുതി. എന്താ നികുതിയുടെ പേര്? കസ്റ്റംസ് നികുതി എന്നാണ്. ഇനി പാശ്ചാത്യ രാജ്യങ്ങളില് ഫാസ്റ്റ് ഫുഡിന് അവര് എന്ത് ഏർപ്പെടുത്താറുണ്ട്? നികുതി ഏർപ്പെടുത്തുന്നുണ്ട്. ആ നികുതിയുടെ പേര് നമ്മൾ ഫാറ്റ് ടാക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനൊക്കെ നികുതി ഉണ്ട്, അതിന്റെ പേര് എന്താണ്? ഫാറ്റ് ടാക്സ് എന്നാണ്. ഇനി മലിനീകരണം തടയാൻ, അതായത് നമുക്കറിയാം പല തരത്തിലുള്ള മലിനീകരണങ്ങൾ ഉണ്ട്. വായു മലിനീകരണം, ജലമലിനീകരണം, അങ്ങനെ പലതുണ്ട്. അങ്ങനെ മലിനീകരണം തടയുന്നതിനായി ഫോസിൽ ഫ്യൂവൽസ് ഇന്ധനമായി ഉപയോഗിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ മേല് ചുമത്തുന്ന നികുതിക്ക് വിളിക്കണ പേരാണ് കാർബൺ ടാക്സ്. എന്താണ്? കാർബൺ ടാക്സ്. അപ്പൊ മലിനീകരണം തടയാൻ ഫോസിൽ ഫ്യൂവൽസ് ഇന്ധനമായി ഉപയോഗിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ നമ്മൾ നികത്തുന്ന ചുമതിയെ എന്ത് വിളിക്കുന്നു? കാർബൺ ടാക്സ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മള് ലോകത്തിൽ ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാ പറയാ? ഈജിപ്ത് അത്രേ. ലോകത്ത് ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഈജിപ്ത്. കാർബൺ നികുതി ആണെങ്കിലോ, കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ന്യൂസിലാൻഡ്. കാർബൺ നികുതി ന്യൂസിലാൻഡ്. അടുത്ത അതിനേക്കാൾ പ്രാധാന്യം GST ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് ആദ്യം ഏർപ്പെടുത്തിയത് ഫ്രാൻസ് ആണ്. ആരാണ്? ഫ്രാൻസ് ആണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാനം, നമ്മളിപ്പോ നേരത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പറഞ്ഞു, അതുപോലെ തന്നെ ചോദിക്കുകയാണ് കോർപ്പറേറ്റ് നികുതി പറഞ്ഞു ഇല്ലേ? അതായത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം കോർപ്പറേറ്റ് ടാക്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മളോട് ചോദിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്താ? അപ്പൊ നമ്മൾ പറയും എന്താ സംസ്ഥാന ഗവൺമെന്റ് വരുമാന മാർഗം? സ്റ്റേറ്റ് GST ആണെന്ന്. പക്ഷേ ഇത് നിലവിൽ വരുന്നതിന് മുമ്പ് പ്രധാന വരുമാന മാർഗം വിൽപ്പന നികുതിയായിരുന്നു. അത് ഓർക്കണം. അപ്പൊ ശരിക്കും GST വരുന്നതിന് മുന്നേ വിൽപ്പന നികുതിയായിരുന്നു ഉത്തരം. ഇപ്പോഴാണ് സ്റ്റേറ്റ് GST എന്ന് നമ്മൾ ആൻസർ കൊടുക്കണം കേട്ടോ. ഇനി പഞ്ചായത്തുകൾക്കൊക്കെ ആണെങ്കിൽ പഞ്ചായത്തുകൾക്ക് എങ്ങനെയാ വരുമാനം കിട്ടണേ? കെട്ടിട നികുതി അടയ്ക്കുന്നതിലൂടെയാണ്. അപ്പൊ പഞ്ചായത്തിന്റെ പ്രധാന വരുമാന മാർഗം എന്താണ്? കെട്ടിട നികുതിയാണ് കേട്ടോ. ഇനി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? മൂല്യവർദ്ധിത നികുതി, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് കേട്ടിട്ടുണ്ടാവും നമ്മൾ അല്ലെ? ഏതാ രാജ്യം? സൗത്ത് കൊറിയ അത്രേ. അപ്പൊ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ രാജ്യത്തിന്റെ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ഏത്? ദക്ഷിണ കൊറിയ. ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഫ്രാൻസ്. ആദ്യ ഏഷ്യൻ രാജ്യം ചോദിക്കുമ്പോ എന്താ പറയണത്? സൗത്ത് കൊറിയ പറയണം. ഏതാണ്? സൗത്ത് കൊറിയ. ഇനി അടുത്തത് നികുതിയെ കുറിച്ച് പരാമർശിക്കുന്ന പണ്ടത്തെ കൃതിയാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള അർത്ഥശാസ്ത്രം. കൗടില്യൻ, ചാണക്യൻ, ഇന്ത്യൻ മാക്യവല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം രചിച്ച അർത്ഥശാസ്ത്രം. അതുപോലെ മനുവിന്റെ മനുസ്മൃതി. ഇതിൽ രണ്ടിലും എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? പ്രാചീന കാലത്തെ രാജാക്കന്മാരുടെ കൃതി സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജസിയ എന്ന് പറയുന്ന നികുതി കേട്ടിട്ടുണ്ടാവും. അതായത് ഇസ്ലാം മത വിശ്വാസികൾ അല്ലാത്ത ആൾക്കാരുടെ മേല് നമ്മുടെ സുൽത്താൻമാര്, ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻമാർ ഏർപ്പെടുത്തിയ നികുതിയുടെ പേരാണ് ജസിയ എന്ന് പറയുന്ന നികുതി. ജസിയ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി എന്നാൽ ജസിയ ആര് പിൻവലിക്കുകയുണ്ടായി? അക്ബർ പിൻവലിക്കുകയുണ്ടായി. അപ്പൊ അക്ബർ ചക്രവർത്തി ജസിയെ പിൻവലിച്ചു. ഫിറോസ് ഷാ തുഗ്ലക് നികുതി സമ്പ്രദായം കൊണ്ടുവന്നു. അപ്പൊ എന്താ പറയണ, ഡൽഹിയില്
സുൽത്താൻമാരുടെ ഭരണം എന്ന് പറയുമ്പോൾ മുസ്ലിംസിന്റെ ഭരണമായിരുന്നു. അപ്പൊ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ എന്ത് കൊടുത്താൽ മതിയായിരുന്നു? ഈ ജസിയ നികുതി കൊടുത്താൽ മതിയായിരുന്നു. ഇനി അക്ബർ വേണ്ടാന്ന് വെച്ച ജസിയ സിസ്റ്റം വീണ്ടും ഔറംഗസീബ് കൊണ്ടുവരികയും ചെയ്യണ്ടായി. ഇപ്പൊ ജസിയ പുനഃസ്ഥാപിച്ച മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ഔറംഗസീബാന്ന് നമ്മൾ ഉത്തരവും പറയണം കേട്ടോ. ഇനി അടുത്തത്, ഒരു രാജ്യത്തെ മൊത്തം വരുമാനം കുറഞ്ഞിരിക്കുകയും ചെലവ് വളരെ കൂടിയിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ ഇക്കണോമിക് സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്ന് വിളിക്കുന്നു. അത് പ്രധാനമാണ്, പഠിച്ചു വെക്കണം. ഒരു രാജ്യത്തെ മൊത്തം വരുമാനം എത്രയാണോ വളരെ കുറയുകയും ചെലവ് വളരെ കൂടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ധനക്കമ്മി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന സംവിധാനം എന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നും അല്ലെങ്കിൽ അത് കൊണ്ടുവരണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ഗാന്ധിജി ട്ടോ. അപ്പൊ എന്താ പറയുന്നത്? ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് ട്രസ്റ്റിഷിപ്പ്. ആ ടേം അല്ലെങ്കിൽ ആ ഐഡിയ കൊണ്ടുവന്നിട്ടുള്ള ഗാന്ധിജിയാണ്. അപ്പൊ ഗാന്ധിജി പറയാണ്, സത്യത്തിലും അതുപോലെ തന്നെ അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കാൻ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ കഴിയും എന്ന് ആര് പറയാണ്? ഗാന്ധിജി പറയാണ്. ഇത് നമ്മുടെ ബുക്കുകളിൽ ഉള്ളതല്ല, SCERTയുടെ 8ാം ക്ലാസ്സിലെ ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതുപോലെ നികുതിക്ക് മേല് വീണ്ടും അധിക നികുതി ചുമത്താന്ന് വിചാരിക്കുക. അഡീഷണൽ, ഇപ്പൊ നമ്മൾ പറയില്ലേ പിഴപ്പലിശ, കൂട്ടുപലിശ എന്നൊക്കെ, പലിശയ്ക്ക് അധിക പലിശ എന്നൊക്കെ പറയണ പോലെ നികുതിക്ക് മേൽ അധിക നികുതി ചുമത്തുന്ന സംവിധാനത്തിന് നമ്മൾ സർചാർജ് എന്ന് വിളിക്കുന്നു. എന്താ സംവിധാനത്തിന്റെ പേര്? സർചാർജ് എന്നാണ് സംവിധാനം. ഇനി സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അധികമായിട്ട് നികുതി ചുമത്താറുണ്ട്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അധികം നികുതി ചുമത്താറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രളയബാധിത പ്രദേശങ്ങളെ അല്ലെങ്കിൽ പ്രളയം വന്നിട്ടുള്ള പ്രദേശങ്ങൾക്കൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഒരു അധിക നികുതി ചുമത്തുകയുണ്ടായി. അതിനെ പ്രളയ സെസ് എന്നാ വിളിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താ വേർഡ് എന്ന് മനസ്സിലായല്ലോ? സർക്കാർ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന നികുതിക്ക് നമ്മൾ എന്ത് വിളിക്കും? സെസ് എന്ന് വിളിക്കും. എന്താ വിളിക്കണേ? സെസ്. പ്രളയകാലത്ത് എന്തോ ചുമത്തുണ്ടായി? പ്രളയ സെസ് ഉണ്ടായി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് GST വന്നിട്ട് GSTയുമായി അടുത്തൊന്നും പറയാൻ പറ്റില്ല, 2017 പക്ഷെ GSTയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അതുകൊണ്ട് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ GST എന്നാ നിലവിൽ വന്നേന്ന് പഠിക്കണം നമുക്ക്. എന്താണ് GSTയുടെ ഫുൾ ഫോം അറിയോ എല്ലാവർക്കും? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-ന് GST നിലവിൽ വരുന്നു. GST ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും കൂടിയിട്ടാണ്. ആരാണ്? നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും കൂടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പ്രഥമ GST ഡേ, ഫസ്റ്റ് GST ഡേ ആയി കൊണ്ടാടിയത് ജൂലൈ 1-ആണ്. 2018 ജൂലൈ 1. ഫസ്റ്റ് GST ഡേ 2018 ജൂലൈ 1. അപ്പൊ 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നു. പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും കൂടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ത്യയിൽ പ്രഥമ GST ഡേ ആയി ആചരിച്ചത് 2018 ജൂലൈ 1-നാണ്. ഇന്ത്യയിൽ നിലവിലുള്ള GST മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യുവൽ GST ആണെന്ന് പറയും. ഇന്ത്യയിൽ നിലവിലുള്ള GST മോഡൽ ഇരട്ട GST. കേന്ദ്രവും ഓരോരോ സംസ്ഥാനങ്ങളും ഒരുപോലെ GST ചുമത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യുവൽ GST എന്ന് വിളിക്കുന്നത്. GST സമ്പ്രദായം അല്ലെങ്കിൽ GST സിസ്റ്റം എന്ന ഐഡിയ പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, GST സിസ്റ്റം എന്ന ഐഡിയ പാർലമെന്റിൽ ആദ്യമായി കൊണ്ടുവന്നത് P ചിദംബരമാണ്. ആരാണ്? P ചിദംബരമാണ്. GSTയിൽ നിന്നും പ്രധാനമായിട്ട് മദ്യം, പെട്രോൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനാണ്? മദ്യത്തെയും പെട്രോളിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമാണ്. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. GST നമ്പറില് നമ്മളിപ്പോ IFSC കോഡിൽ എണ്ണൊക്കെ പറയണ പോലെ തന്നെ GST നമ്പറിൽ എത്ര അക്കങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 അക്കങ്ങളാണ്. GST നമ്പറിലെ അക്കങ്ങൾ എത്രയാണ്? 15 അക്കങ്ങളാണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമല്ലോ നമുക്ക്. അത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയ? ഭേദഗതി 101 പാർലമെന്റില് 122ാമത് ഭേദഗതി ബില്ലായി അവതരിപ്പിച്ചു എങ്കിലും രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി 101ാം ഭേദഗതിയായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അപ്പൊ 101ാം ഭരണഘടന ഭേദഗതി എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? GSTയുമായി.
ഇനി ഒരു GST കൗൺസിൽ ഉണ്ട്. ഈ GST കൗൺസിൽ 2016 സെപ്റ്റംബർ 12 വന്ന് GST കൗൺസിൽ നിലവിൽ വന്ന് 2016 സെപ്റ്റംബർ 12 GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ആസ്ഥാനം ചോദിക്കാച്ചാൽ GST കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാച്ചാൽ നമ്മൾ എവിടെ പറയും? ന്യൂഡൽഹി ആണെന്ന് പറയും. കേരളത്തിലാണെങ്കിൽ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. GST ഒരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ GST എന്ന് പറഞ്ഞാൽ. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്, GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A, ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ കുറിച്ച് പറയുന്നു. എന്നാൽ GST യെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റു വകുപ്പുകൾ ഈ 279A കൂടാതെ 246A-യും 269A ഉണ്ട്. അപ്പൊ 246A, 249A തുടങ്ങിയവയും GST യെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയാണ്, ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഏതിക്കൂടെയാണ്? കോർപ്പറേറ്റ് ടാക്സിൽ കൂടെയാണ്. ഇനി GST-യിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന കുറച്ച് നികുതികളാണ് കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇവയെല്ലാം GST-യിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികളാണ്. ഓർക്കണം കേട്ടോ. കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, അതുപോലെ തന്നെ വിനോദ നികുതി തുടങ്ങിയവ GST-യിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട എന്താണ്? നികുതികളാണ്. അതുപോലെ GST സമിതി എന്ന് പറയുന്ന, അതായത് GST കൗൺസിൽ എന്ന് നമ്മൾ പഠിച്ചുല്ലോ, അതിന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഇനി നികുതിയിൽ നിന്ന് മാത്രമല്ല നമുക്ക് വരുമാനമുള്ളത്, നികുതി ഇതര വരുമാനം കൂടി ഉണ്ട്. ഫീസുകളായിട്ട്, ഫൈനുകളും പെനാൽറ്റികളുമായിട്ട്, ഗ്രാന്റ്, അതുപോലെ തന്നെ പലിശ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പിഴയും പലിശയൊക്കെ, പലിശ, ലാഭം, ഇതൊക്കെ നികുതി ഇതര വരുമാനങ്ങളാണ്. അപ്പൊ ലാഭം, പലിശ, ഗ്രാന്റ്, ഫൈന്, പെനാൽറ്റി, ഫീസ്, അങ്ങനെയൊക്കെയുള്ള നികുതി വരുമാനങ്ങളുണ്ട്. അപ്പൊ സർക്കാർ എന്തെങ്കിലും സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ തുക നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അതാണ് നമ്മുടെ ഫീസ്. അപ്പൊ ലൈസൻസ് എടുക്കണമെങ്കിൽ ഫീസ്, അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ഫീസുകളൊക്കെ ഉണ്ട്. അതുപോലെ നിയമം ആരെങ്കിലും ലംഘിച്ച് അവർക്ക് ഫൈനുകളും പെനാൽറ്റികളും കൊടുക്കും. അതും സർക്കാരിന്റെ ഒരു വരുമാന മാർഗമാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റാനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാന്റുകൾ എന്ന് വിളിക്കും. സർക്കാർ വിവിധ സംരംഭങ്ങൾക്ക്, ഏജൻസികൾക്ക്, രാജ്യങ്ങൾക്കൊക്കെ വായ്പകൾ നൽകും. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ നമ്മൾ പലിശ എന്ന് വിളിക്കും. സർക്കാർ പല സംരംഭങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേ, ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുക്കണം ഒരു വലിയൊരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ ലാഭം എന്നാണ് വിളിക്കുക. അപ്പൊ ലാഭം, പലിശ, ഗ്രാന്റ്, അല്ലെ, ഫൈനുകള്, ഫീസ്, അങ്ങനെ നമുക്ക് വേറെ എന്ത് ലഭിക്കുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. ഇനി വരുമാനം മാത്രമല്ല, നമുക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ കടങ്ങളുണ്ട്. സർക്കാർ വാങ്ങുന്ന വായ്പകളെ പൊതുവായി നമ്മൾ കടം എന്നാണ് വിളിക്കണേ. അത് പൊതുകടാണ്. സർക്കാരിന്റെ കടാവുമ്പോൾ പൊതുവായിട്ടുള്ള കടാണ്. എന്നാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സർക്കാർ വായ്പ വാങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആഭ്യന്തര കടം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആഭ്യന്തര കടം എന്ന് വിളിക്കും. വിദേശ ഗവൺമെന്റിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങണ കട, വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ കടം വാങ്ങി എന്നൊക്കെ നമ്മൾ പറയാൻ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനെ നമ്മൾ വിദേശ കടം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വിദേശ കടം. അവകാശികളില്ലാത്ത സ്വത്തുകള് ആരിലേക്ക് കണ്ടുകിട്ടാറുണ്ട്? ഗവൺമെന്റിലേക്ക് കണ്ടുകിട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഗവൺമെന്റിലേക്ക് അവകാശമില്ലാത്ത സ്വത്തുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഗവൺമെന്റിന്റെ വരുമാനത്തെ നമ്മൾ എസ്ചീറ്റ്സ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? എസ്ചീറ്റ്സ് എന്നാ വിളിക്കണേ. എസ്ചീറ്റ്സ് എന്നാണ് വിളിക്കണേ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ ബഡ്ജറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്താ ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രത്തിന്റെ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ പൊതുരേഖയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു രാജ്യത്തിന് ആകെ എത്ര വരവുണ്ട്, എത്ര ചെലവുണ്ട്, അങ്ങനെ അത് രേഖയാക്കി പറയുന്ന പരിപാടിയാണ് എന്താ? ബഡ്ജറ്റ്, അല്ലെ. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ വാർഷിക ധനകാര്യ പ്രസ്താവന, അതായത് ആനുവൽ ഫിനാൻഷ്യൽ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് കൃത്യം എടുത്ത് പറയുന്നുണ്ട്. ആ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അത് ഈ ബഡ്ജറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 112ലാണ്. അതായത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 112ലാണ്. വരുമാനം വളരെ കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ മിച്ച ബഡ്ജറ്റ് അഥവാ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് നമ്മൾ വിളിക്കും. വരുമാനം കുറവും ചെലവ് കൂടുതലുമാണ് കാണിക്കണേച്ചാൽ നമ്മൾ എന്ത് വിളിക്കും കമ്മി ബഡ്ജറ്റ് എന്നാണ് വിളിക്കുക കേട്ടോ. വരവും ചെലവും തുല്യമായിട്ട് നിൽക്കാൻ ചെലവ് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആവും അത് അല്ലെ. അതായത് സമതുലിത ബഡ്ജറ്റ്. ആരാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? PC മഹലനോബിസിനെയാണ്. ആരെയാണ്? PC മഹലനോബിസിനെയാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കണേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാ ബഡ്ജറ്റ് അവതരിപ്പിച്ചേ? ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആണ്. ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ RK ഷൺമുഖം ചെട്ടി. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചതോ ജോൺ മത്തായി. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖ്. ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖ് ആണ്. ഇന്ത്യൻ ലോക്സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതയാണ് ആര്? ഇന്ദിരാഗാന്ധി. ആദ്യ വനിത ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. ഇനി അടുത്തത് ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അങ്ങനെ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇടക്കാല ബഡ്ജറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് CD ദേശ്മുഖുമാണ്. ആരാണ്? CD ദേശ്മുഖ്. ആരവതരിപ്പിച്ചേ? CD ദേശ്മുഖ്. കേരളത്തിൽ എന്ന ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? C അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് C അച്യുതമേനോൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതോ ആരാണ്? KM മാണിയാണ്. 13 തവണ അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ റെയിൽവേ ബഡ്ജറ്റും കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതില്ല അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. 1920-21 കാലഘട്ടത്തിലാണ് നമ്മള് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിക്കുന്നത്. അത് അക്വർത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. അപ്പൊ അക്വർത്ത് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1920-21 കാലഘട്ടത്തിൽ റെയിൽവേ ബഡ്ജറ്റ് വേറെ, പൊതു ബഡ്ജറ്റ് വേറെ, അങ്ങനെ അതായത് ജനറൽ ബഡ്ജറ്റ് വേറെ, അങ്ങനെ ഉണ്ടായി തിരിച്ചു. ജനറൽ ബഡ്ജറ്റിനെ റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും 1924 വേർതിരിച്ചത് 24ലാണ്. അങ്ങനെ റെയിൽവേ ബഡ്ജറ്റ് 1924 തൊട്ട് നമ്മൾ അവതരിപ്പിച്ചു തുടങ്ങി. എന്നാൽ റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റിന്റെ വീണ്ടും ഭാഗമായി മാറിയത് 2017ലാണ്. എന്നാൽ 2017 അത് രണ്ടും വീണ്ടും ഒന്നിക്കുകയുണ്ടായി. ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബിബേക് ദിബ്രോയ് കമ്മിറ്റി. അപ്പൊ ആദ്യം അക്വർത്ത കമ്മീഷൻ രണ്ടാക്കാൻ പറഞ്ഞു. അതിനുശേഷം ബിബേക് ദിബ്രോയ് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തോളോ, ഒന്നാക്കിക്കോളൂ എന്ന് പറഞ്ഞു. വീണ്ടും ഒന്നാക്കിട്ടോ. ഏറ്റവും കൂടുതൽ തവണ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രിയാണ് ജഗ്ജീവൻ റാം. 7 തവണ റെയിൽവേ ബഡ്ജറ്റ് കേട്ടോ. ആരാണ്? ജഗ്ജീവൻ റാം ആണ് കേട്ടോ. അപ്പൊ അവസാന റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? സുരേഷ് പ്രഭു ആണ്. അവസാന റെയിൽവേ ബഡ്ജറ്റ് ആരായിരിക്കും? റെയിൽവേ മന്ത്രി അല്ലെ, സുരേഷ് പ്രഭു ആണ് കേട്ടോ. ഇനി നമുക്ക് പ്രധാനമായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. അതായത് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ATM, ബാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ ആരാ അറിയോ നിങ്ങൾക്ക്? മുഹമ്മദ് യൂനസ് ആണ്. വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് യൂനസ്. കാരണം 2006 ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും മുഹമ്മദ് യൂനസിനും നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. 2006 ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും മുഹമ്മദ് യൂനസിനും നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. പാവങ്ങളുടെ ബാങ്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്? മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസിനെ എന്ത് വിളിക്കുന്നു? പാവങ്ങളുടെ ബാങ്കർ എന്നും കൂടെ വിളിക്കുന്നു. ഇനി ബാങ്ക് പഠിക്കുമ്പോ ബാങ്കിനൊപ്പം പഠിക്കേണ്ട ഒരു കാര്യമാണ് ATM അല്ലെ. ആരാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്ന് പറയുന്ന ATM കണ്ടുപിടിച്ചത്? ജോൺ ഷെപ്പേർഡ് ബാരൻ. ആരാണ്? ജോൺ ഷെപ്പേർഡ് ബാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ, പൂർണ്ണരൂപം പഠിക്കണം, അത് കണ്ടെത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്കാണ് HSBC. ആരാണ്?
HSBC. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ചത് HSBC. കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI. ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI. ഇന്ത്യയിൽ ആദ്യ മിൽക്ക് ATM ആരംഭിച്ചത് ആനന്ദ്. സ്ഥാപിച്ചത് എവിടെയാണ്? ആനന്ദ്, ഗുജറാത്തില്. ലോകത്താദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് അഭിമാനിക്കാം അല്ലെ. ലോകത്താദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൊച്ചി വൈപ്പിൻ ജങ്കാർ ബോട്ടിൽ 2004 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോകത്തിൽ ആദ്യത്തെ ഒഴുകുന്ന ATM ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ATM ആരംഭിച്ചത് ചെന്നൈ ആണ്. ഇതും പ്രധാനമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ATM ആരംഭിച്ചത് ആരാണ്? ചെന്നൈയിലാണ്. ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് ടോക്കിംഗ് ATM ആരംഭിച്ച ഇന്ത്യൻ ബാങ്ക് ആണ്. ടോക്കിംഗ് ATM ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ആണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം. സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. ഒക്കെ ഇന്ത്യയിലെയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ആണ് ഗുജറാത്തിലെ അഗോദര. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ടിന്റെ പേര് ലക്ഷ്മി എന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ലക്ഷ്മിയാണ്. ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കാറ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിന്റെ ഒക്കെ ഉത്തരം എന്താണ്? റിസർവ് ബാങ്ക് ആണ്. വായ്പകളുടെ നിയന്ത്രകനാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ബാങ്കുകളുടെ ബാങ്കാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നിലവിൽ വന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ 1 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു. ഇനി ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായത് 26 ഇനി ഹിൽട്ടൺ യങ് കമ്മീഷനെ നിങ്ങൾ ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ഹിൽട്ടൺ കമ്മീഷൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആദ്യത്തെ ആസ്ഥാനം കൽക്കത്തയിലായിരുന്നു. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണലൈസേഷൻ നടക്കുകയുണ്ടായി 1949 ജാനുവരി 1. എന്നാണ് RBI നാഷണലൈസേഷൻ നടത്തിയത്? 1949 ജാനുവരി 1. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയില് കറൻസി നോട്ടുകൾ അച്ചടിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ആണ്. 1 രൂപ നോട്ട് ഒഴികെ മറ്റുള്ള എല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയും അതിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം എണ്ണപ്പനയുമാണ്. കടുവ, എണ്ണപ്പന. RBI ഗവർണർ സൈൻ ചെയ്യുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 1 രൂപ നോട്ടിൽ ഒഴികെ എന്ന് പറഞ്ഞു. അപ്പൊ 1 രൂപ നോട്ട് ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. ധനകാര്യ സെക്രട്ടറിയാണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണറായി നിയമിതനായത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. ഇനി അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ആരാണ്? മൻമോഹൻ സിംഗ്. ഇനി അടുത്തത് കാഴ്ച പരിമിതി ഉള്ള ആൾക്കാരാണെങ്കിൽ ആൾക്കാർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് മണി. MANI. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. MANI. മണി. ഇത്രയും പ്രധാനമായിട്ട് റിസർവ് ബാങ്കിനെ കുറിച്ച് ഓർക്കുക. ഇനി റിസർവ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്, വായ്പകളുടെ നിയന്ത്രകനാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? നോട്ട് അടിച്ചിറക്കൽ റിസർവ് ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്. വായ്പകളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. സർക്കാരിന്റെ ബാങ്കായും ബാങ്കുകളുടെ ബാങ്കായും പ്രവർത്തിക്കുന്നതും റിസർവ് ബാങ്ക്. അപ്പൊ എന്തൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ? നോട്ട് അടിച്ചിറക്കുക, വായ്പകളെ നിയന്ത്രിക്കുക, സർക്കാരിന്റെ ബാങ്കായി പ്രവർത്തിക്കുക,
ബാങ്കുകളുടെ എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ അല്ലെങ്കിൽ ഹെഡായിട്ട് പ്രവർത്തിക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്തത് നമുക്കറിയാം, വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? SBIയുടെ. ഇനി SBI പണ്ട് കാലത്ത് ഇമ്പീരിയൽ ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇമ്പീരിയൽ ബാങ്ക്. 1921 ഇമ്പീരിയൽ ബാങ്ക് എന്ന പേരിൽ സ്റ്റേറ്റ് ബാങ്ക് സ്ഥാപിക്കപ്പെടുകയാണ്. ഇനി ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്തത് 1955 മിക്കപ്പോഴും വർഷം നമ്മളോട് ചോദിക്കാറുള്ളതിന് 1955 മറ്റേത് 1921 ഇമ്പീരിയൽ ബാങ്ക് ആണല്ലോ. SBIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ആസ്ഥാനം മുംബൈ ആണ് കേട്ടോ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെട്ട ദേശീയ കവിയാണ് ടാഗോർ. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെട്ട ദേശീയ കവിയാണ് ടാഗോർ. ഉപഭോക്താക്കൾക്കായി SBI ആരംഭിച്ച ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? യോനോ. ഏതാണ്? യോനോ. SBI കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിൽ അറിയാം. യു ഓൺലി നീഡ് വൺ. യു ഓൺലി നീഡ് വൺ. അതാണ് യോനോന്റെ പൂർണ്ണരൂപം. ഇനി അടുത്തത് എന്താ പറയാ? ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്കാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്കാണ് എന്നാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എന്നാ നബാർഡ് നിലവിൽ വന്നത്? 1982 ജൂലൈ 12. വർഷം മാസം ദിവസം പഠിക്കണം. 1982 ജൂലൈ 12 മുംബൈ ആസ്ഥാനമായി കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി വന്ന ബാങ്കാണ് നബാർഡ് ബാങ്ക്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി വായ്പകൾ നൽകാൻ വേണ്ടി വന്ന ബാങ്കാണ് നബാർഡ്. ഇനി നബാർഡ് ബാങ്കിന്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ആരാണ് ശുപാർശ ചെയ്ത കമ്മിറ്റി? ശിവരാമൻ കമ്മിറ്റിയാണ്. ആരാണ്? ശിവരാമൻ. കേരളത്തിലെ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ എവിടെ പറയും? ട്രിവാൻഡ്രത്താന്ന് പറയണം കേട്ടോ. ഇനി ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ICICI. എന്താണ് ICICIയുടെ പ്രത്യേകത? ICICI ബാങ്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്കിന്റെ പേരാണ് ICICI. ഇന്റർനെറ്റ് ബാങ്കിംഗ് ആരംഭിച്ച ആദ്യ ബാങ്കാണ് ICICI. ഇന്റർനെറ്റ് ബാങ്കിംഗ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ICICI. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ATM അവതരിപ്പിച്ച ബാങ്കും ICICI ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ATM ആരംഭിച്ചതും ആരെന്നെയാണ്? ICICI ആണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന ATM ആരംഭിച്ചത് ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി പൂർണ്ണമായും തദ്ദേശീയമായ ഇന്ത്യയിലെ ബാങ്കാണ് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. വളരെ പ്രധാനം കേട്ടോ. പൂർണ്ണമായും തദ്ദേശീയമായ ഇന്ത്യയിലെ ആദ്യ ബാങ്ക്, ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. സ്ഥാപകനാരാ? ലാലാ ലജ്പത് റോയ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാരാ? ലാലാ ലജ്പത് റോയ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹി. ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി VRS സംവിധാനം, സ്വയം പിരിഞ്ഞു പോണ പരിപാടി നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി അടുത്തത് മുദ്രാ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ മുദ്രാ ബാങ്ക്? ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പ്രോത്സാഹനാർത്ഥം 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ പേരാണ് മുദ്രാ ബാങ്ക്. ചെറുകിട വ്യവസായ യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് മുദ്രാ ബാങ്ക്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. എന്താ പൂർണ്ണരൂപം? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ്
റീഫിനാൻസ് ഏജൻസി എന്നാണ് പൂർണ്ണരൂപം. മുദ്രാ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഇനി ആദ്യമായി മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? കോർപ്പറേഷൻ ബാങ്ക്. ആദ്യമായി മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് ആണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്ക് തുടങ്ങിയപ്പോൾ കുറെ അധികം ചോദ്യങ്ങൾ വരികയുണ്ടായി. 2017 പക്ഷെ രൂപീകരിച്ച ഈ ഭാരതീയ മഹിളാ ബാങ്ക് 2017 ഏപ്രിൽ 1 എന്തുമായിട്ട് ലയിക്കുകയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ലയിക്കുകയാണ്. എന്നാലും അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായി വന്ന ബാങ്ക്, ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ബാങ്ക്, ഇതൊക്കെ ഏതാണ്? ഭാരതീയ മഹിളാ ബാങ്ക് ആണ്. വനിതാ ശാക്തീകരണവും ഇന്ത്യയുടെ തന്നെ ശാക്തീകരണവുമായിരുന്നു ഭാരതീയ മഹിളാ ബാങ്കിന്റെ ലക്ഷ്യം പറയുന്നത്. അതിന്റെ ആദ്യത്തെ ശാഖ തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരത്ത് കേരളത്തിൽ ആരംഭിക്കുകയുണ്ടായി. ആസ്ഥാനം ന്യൂഡൽഹിയാണ് കേട്ടോ. ഇനി ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആദ്യ ശാഖ തുറന്നത് മുംബൈയിലാണ്. കേരളത്തിൽ ആദ്യ ശാഖ തുറന്നത് കമലേശ്വരം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എന്നാണ് ലയിച്ചത് എന്നാ പറഞ്ഞ 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്കിൽ ലയിക്കുന്നു. ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടെ ചേർന്നാണ്. 2013 മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്ക് 2013 നവംബർ 19 ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക് ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ബാങ്ക് ദേശസാൽക്കരണം. നമ്മളത് ചെറിയ രീതിയിൽ നമ്മുടെ 5 ഇയർ പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അഡീഷണൽ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇന്ത്യയില് ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത് 1969 ജൂലൈ 19 1969 ജൂലൈ 19 പ്രധാനാണ് വർഷം, മാസം, ദിവസം. അന്ന് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി VV ഗിരിയാണ്. അപ്പൊ VV ഗിരി ഇന്ത്യൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 14 ബാങ്കുകളെ 1969 ജൂലൈ 19 ദേശസാൽക്കരിക്കുന്നു. 50 കോടി മൂലധനമുള്ള ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ട ദേശസാൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയത്. 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് കേട്ടോ. രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടത്തുകയുണ്ടായി. അതും ആരണ്യ നടത്തിയത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. പക്ഷെ അപ്പൊ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. നീലം സഞ്ജീവ റെഡ്ഡി 1980 രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത്. 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. എത്രണ്ണം? 6 ബാങ്കുകൾ. 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടം ദേശസാൽക്കരിച്ചത്. ആദ്യം എത്ര കോടിയായിരുന്നു? 50 കോടി. രണ്ടാം ഘട്ടം 200 കോടി വരുമാനമുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ, ആസ്തിയുള്ള വരുമാനമല്ല കേട്ടോ, ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്തത് എന്നാ പറയുന്നത്? ദേശസാൽക്കരിച്ചത്. ഇനി അടുത്തത് നമ്മള് കാനറ ബാങ്കിനെ കേട്ടിട്ടില്ലേ? അപ്പൊ കാനറ ബാങ്കിനെ കുറിച്ച് പറയുമ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക്, ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? കാനറ ബാങ്ക് ആണ്, പ്രധാനമാണ്. അതുപോലെ തന്നെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്താ? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ബ്രിക്സിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബാങ്ക്. അപ്പൊ ബ്രിക്സിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയും. അത് ചൈനയിലെ ഷാങ്ഹായ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ ആസ്ഥാനം. ചൈനയിൽ ഷാങ്ഹായ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആസ്ഥാനം. ഇനി അടുത്തത് ബ്രിക്സ് ബാങ്കിന്റെ ആദ്യ മേധാവി KV കാമത്ത് എന്ന് പറയുന്ന ആളായിരുന്നു. KV കാമത്ത്. അത് അത്ര പ്രാധാന്യമില്ല. ഷാങ്ഹായിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, ബ്രിക്സിന്റെ ആണ്, ഇത്രയും ഓർക്കണം കേട്ടോ. ഇനി ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനാണ് ADB വന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ADB വന്നു. എവിടെയാ സ്ഥാനം? കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസിലെ മനിലയാണ് അതിന്റെ ആസ്ഥാനം. ഇനി അടുത്തത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്കായ നെടുങ്ങാടി ബാങ്കിനെ കുറിച്ച്. കേട്ടിട്ടില്ലേ? കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപകൻ. കോഴിക്കോടാണ് സ്ഥാപിച്ചത് 1899. 1899 അപ്പു നെടുങ്ങാടി കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്കായ നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് 2003 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. നെടുങ്ങാടി ബാങ്ക് 2003 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഇനി നമ്മൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ബാങ്കാണ് ഏത്? കേരള ഗ്രാമീൺ ബാങ്ക്. ഏതാ? കേരള
ഗ്രാമീൺ ബാങ്ക്. എന്താ കേരള ഗ്രാമീൺ ബാങ്കിന്റെ പ്രത്യേകത? 2013 ജൂലൈ 8 നിലവിൽ വന്ന ബാങ്കാണ് ഏത്? കേരള ഗ്രാമീൺ ബാങ്ക്. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിപ്പിച്ചാണ് കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകൃതമായത്. മനസ്സിലായോ? 2013 ജൂലൈ 8 സൗത്ത് മലബാർ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കുകളെ സംയോജിപ്പിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് മലപ്പുറം ജില്ലയിൽ ആസ്ഥാനമായി നിലവിൽ വന്നു. അതിന്റെ പ്രധാന സ്പോൺസർ കാനറ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നാണ്. കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി കേരള ഗ്രാമീൺ ബാങ്ക് പോലെ തന്നെ പിന്നെ ഈ അടുത്ത കാലത്ത് കേൾക്കണ വേറൊരു പേരാണ് കേരള ബാങ്ക്, അല്ലെ? എന്താ കേരള ബാങ്ക്? അതായത് കേരളത്തിലെ സഹകരണ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകൾ ഇങ്ങനെ 3 തട്ടായിട്ടാ, ത്രിതല സംവിധാനം. ഒന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി, സാധാരണ, അത് കഴിഞ്ഞ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, സ്റ്റേറ്റ്, അങ്ങനെ 3 ഇതായിട്ടാണ് നിന്നിരുന്നത്, അല്ലെ? അപ്പൊ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതുവായിട്ടുള്ള ത്രിതല സംവിധാനം മാറ്റി ദ്വിതല സംവിധാനം കൊണ്ടുവരാൻ, 2 ടയർ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് കേരള ബാങ്ക് വന്നത്. അപ്പൊ സംസ്ഥാന സഹകരണ ബാങ്കുകളും 13 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്ന് കേരള ബാങ്ക് രൂപീകരിച്ചു. സംസ്ഥാന സഹകരണ ബാങ്കുകളും 13 ജില്ലാ സഹകരണ ബാങ്കും. അപ്പോ ഒരു ജില്ല എവിടെ പോയി? 14 ജില്ലയിലെ, അല്ലെ? അപ്പൊ 14ാമത്തെ ജില്ലാ സഹകരണ ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ചേരാൻ, അതായത് കേരള ബാങ്കിൽ ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് വന്നേ? MS ശ്രീറാം കമ്മിറ്റി. ഏതാ കമ്മിറ്റി? MS ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നാ സ്ഥാപിച്ചേ? കൽക്കട്ടയില് 1818 സ്ഥാപിച്ചു. കൽക്കട്ടയിൽ 1818 ഇത് സ്ഥാപിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാ? LIC. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി LIC. മുംബൈയാണ് ആസ്ഥാനം. യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് അതിന്റെ ആപ്തവാക്യം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. യോഗക്ഷേമം വഹാമ്യഹം LICയുടെ ആപ്തവാക്യാണ് കേട്ടോ. ഇനി LICയുടെ നിലവിൽ വന്ന വർഷം ഒന്ന് ഓർക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് 1956 സെപ്റ്റംബർ 1. വർഷമാണ് കൂടുതലും ചോദിച്ചാണ്. സെപ്റ്റംബർ 1 അങ്ങനെ കണ്ടിട്ടില്ല. 1956 സെപ്റ്റംബർ 1. ഇനി അടുത്തത് നമുക്കറിയാം, ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനമാണ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് ഹൈദരാബാദ് ആസ്ഥാനമായി 1999 വന്നു. IRDA ഹൈദരാബാദ് ആസ്ഥാനമായി 1999 വരികയുണ്ടായിട്ടാ. ഇനി അടുത്തത് ഇൻഷുറൻസ് മേഖലയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? NR. ആരാണ്? NR മൽഹോത്ര കമ്മിറ്റി. അപ്പൊ ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. ഏതാ കമ്മിറ്റി? മൽഹോത്ര. ഇനി ജനറൽ ഇൻഷുറൻസും ഉണ്ട്, അല്ലെ? ഇന്ത്യയിൽ എന്തുണ്ട്? ജനറൽ ഇൻഷുറൻസും ഉണ്ട്, ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അപ്പോ ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് തുടക്കം കുറിച്ച കമ്പനി ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച, നമ്മൾ GIC ആണ് എപ്പോഴും കേൾക്കണത്, അല്ലെ? അപ്പൊ ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ചത് ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനിയാണ്. അതൊന്ന് പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മള് സമൂഹത്തിലെ ദരിദ്രരും അതുപോലെ തന്നെ ദുർബലരുമായ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ, ഓരോ വർഷവും 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന ഒരു പദ്ധതി. ഇൻഷുറൻസിനെ കുറിച്ചല്ലേ പറയണേ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് അതിന്റെ പേര്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, KASP, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേട്ടോ, ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഇൻഷുറൻസ് പറഞ്ഞപ്പോ അതുപോലെ തന്നെ പറയേണ്ട ഒരു മേഖലയാണ് ഓഹരി വിപണി. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ആംസ്റ്റർഡാം ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആംസ്റ്റർഡാം ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ലോകത്തിലെ ഏറ്റവും വലുത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയുടെ പേര് ഡൗ ജോൺസ് എന്നാണ്. ഡൗ ജോൺസ് വളരെ പ്രധാനം. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക ഡൗ ജോൺസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ആസ്ഥാനം, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? വാൾ സ്ട്രീറ്റ് ആണ്. എവിടെയാ?
വാൾസ്ട്രീറ്റ്. ഇനി അടുത്തത് അമേരിക്കൻ ഓഹരി വിപണിയായ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്ത ആദ്യ ഇന്ത്യൻ കമ്പനി. അമേരിക്കൻ ഓഹരി വിപണിയായ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്ത ആദ്യ ഇന്ത്യൻ കമ്പനിയുടെ പേര് ഇൻഫോസിസ്. ഏതാ? ഇൻഫോസിസ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഏഷ്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് 1875 മുംബൈയിലെ ദലാൽ സ്ട്രീറ്റ് ആസ്ഥാനമായി നിലവിൽ വന്നു. 1875 മുംബൈയിലെ ദലാൽ സ്ട്രീറ്റ് ആസ്ഥാനമായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയെ നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നു. സെൻസെക്സ് കുതിച്ചുയരുന്നു അല്ലെങ്കിൽ താഴുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയിൽ കാണാറുണ്ട്, എങ്കിൽ പേപ്പറിൽ കാണാറുണ്ട് അല്ലെ. വിപണിയില് തുടർച്ചയായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, വിപണി കുതിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മാർക്കറ്റ് റാലി എന്ന് വിളിക്കുന്നു. മാർക്കറ്റ് റാലി. ഇനി അടുത്തത്, വിപണിയിൽ തുടർച്ചയായി നേട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? മാർക്കറ്റ് റാലി എന്ന് വിളിക്കുന്നു. സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഉള്ള ഒരു ദിവസത്തിന്റെ നേട്ടത്തെയാണ് നമ്മൾ റാലി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഉയർന്നാൽ റാലിയും, അടുത്ത തുടർച്ചയായിട്ട് ഉയർന്നാൽ നമ്മൾ മാർക്കറ്റ് റാലി എന്ന് വിളിക്കും. സെൻസെക്സ് എന്ന വേർഡ് അല്ലെങ്കിൽ ആ ഐഡിയ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ദീപക് മൊഹാനി. ആരാ? ദീപക് മൊഹാനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിൽ ഏറ്റവും വലുത് കേട്ടോ. ഫെർവാനി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. 1992 മുംബൈ ആസ്ഥാനമായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നാണ്. ഇനി ഈ ഓഹരി വിപണികൾ ഉണ്ടല്ലോ, ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനും വേണ്ടി രൂപീകരിച്ച സ്ഥാപനമാണ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി 1988 വന്നു, വളരെ പ്രധാനമാണ്. സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയതും പ്രധാനമാണ്, 1992 സെബി 1988 വന്നു. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി 1992 ഏപ്രിൽ 12 കിട്ടി. സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ്. അത്രയാണ് സെബി എന്ന ലെവലിൽ പഠിക്കാനുള്ളത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1978 വന്നു, വർഷം ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടോ? അതായത് ബുള്ളും ബിയറും ഒക്കെ കേട്ടിട്ടില്ലേ? ബുള്ളും ബിയറും എന്താ സംഭവം? ഓഹരി വിപണിയിലെ ഉയർച്ച താഴ്ചകളെ അല്ലെങ്കിൽ ഓഹരി വിപണിയിലെ ഉയർച്ചയെ സൂചിപ്പിക്കാൻ ബുള്ളും ഓഹരി വിപണിയിലെ തകർച്ചയെ സൂചിപ്പിക്കാൻ ബിയറും ഉപയോഗിക്കുന്നു. അപ്പൊ ഓഹരി വിപണിയിലെ ഇടപാടുകാരെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ബുള്ളും ബിയറും. ഓഹരി വിപണിയിലെ ഉയർച്ചയെ നമ്മൾ ബുള്ളെന്നും തകർച്ചയെ നമ്മൾ ബിയർ എന്നും വിളിക്കുന്നു. ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ് എന്നാണ്. ഗവൺമെന്റ് ഓഹരികളെ നമ്മൾ ഗിൽഡ് എന്നും, നല്ല വില കൂടിയ ഓഹരികളാണെങ്കിൽ അതിനെ നമ്മൾ ബ്ലൂ ചിപ്പ് എന്നും വിളിക്കുന്നു. വില കൂടിയ ഓഹരികളെ നമ്മൾ ബ്ലൂ ചിപ്പ് എന്ന് വിളിക്കുന്നു. നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രാഥമിക വിപണി. പ്രാഥമിക വിപണിയിൽ നേരത്തെ പുറത്തിറക്കിയ ഓഹരികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദ്വിതീയ വിപണി എന്ന് വിളിക്കുന്നു. അപ്പൊ നിക്ഷേപന കമ്പനികൾ നേരിട്ട് നൽകുന്ന ഷെയർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ നേരത്തെ പുറത്തിറക്കിയ ഷെയർസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെക്കോർഡ് മാർക്കറ്റ് അഥവാ ദ്വിതീയ വിപണി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക്, ഇൻഷുറൻസ്, അല്ലെ, ഓഹരി, അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇനി കുറച്ച് ദിവസം കൂടി ഇതിനുള്ളിൽ, ഒരു 5-6 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും അടുത്ത എക്സാം ആവുമ്പോഴേക്കും സെക്കൻഡ് ലെവൽ, രണ്ടാമത്തെ ഘട്ടത്തിലുള്ള പരീക്ഷ ആവുമ്പോഴേക്കും നമ്മുടെ റിവിഷൻ പൂർണ്ണമായിട്ട് കഴിയും. പിന്നെ വേറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ തുടങ്ങേണ്ടാവുക. അപ്പൊ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി മനസ്സിലാവേണ്ട വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.